എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ആലുപൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. രാവിലെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുക. അതിന് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് നല്ല വൃത്തിക്ക് പൊടിക്കണം. എന്നിട്ട് ഉള്ളി ഇവിടെ വഴറ്റാനിട്ടിട്ടുണ്ട്. അത് പൊട്ടറ്റോ ശരിയാകുമ്പം അടുപ്പിൽ സ്റ്റൗ കത്തിച്ച് ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ പൊടിയണം. പൊടിഞ്ഞെങ്കിലേ അത് ആലു പൊറോട്ട ശരിയാവും. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട. മല്ലിയിലയില്ല, മല്ലിയില ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. മല്ലിയിലയൊക്കെ ഇട്ട് എല്ലാം ഉരുളൻ കിഴങ്ങും പിന്നെ അത് ക്യാരറ്റ് ഇടും. വെജിറ്റബിൾ എന്താ വേണേലും ഇവിടെ എല്ലാ വെജിറ്റബിളും ഇടാം. ഞാനിപ്പം ധൃതി വെച്ച് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടി ആയതുകൊണ്ട് പൊട്ടറ്റോ മാത്രമേ ഞാൻ പുഴുങ്ങിയുള്ളൂ. പുഴുങ്ങി ഉള്ളിയും ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളി വേണമെന്നില്ല, ഇച്ചിരി ഇഞ്ചി ഒരു പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി ഇപ്പം ഇതിലൂടെ സ്റ്റൗ കത്തിച്ച് ഇതിലൂടെ അങ്ങോട്ടിടും. സ്റ്റൗ കത്തിക്കട്ടെ. മസാല ഇട്ടേക്കുക. മസാലയ്ക്കകത്തിൽ ഇട്ടേക്കുന്ന ചിക്കൻ മസാല ഇച്ചിരി ഇട്ടു. ശകലം ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ ഈ പച്ചമുളക് ഒന്ന് പറക്കി കളയണം. അതിനെ ഞാൻ വലുതായിട്ടിട്ടേക്കുന്നു. അതിനകത്ത് കയറി കടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ. അപ്പോൾ ഇത് പൊടിച്ച് വെച്ച് പൊടിയാണ്. ഞാൻ മൊബൈലൊക്കെ സ്റ്റാൻഡൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. ഞാൻ കൈ കൊണ്ടൊക്കെ പിടിച്ചു വന്നില്ല. ഉപ്പിട്ട ഉള്ളിക്കകത്ത്, അതുകൊണ്ട് ഉള്ളിക്കകത്ത് ഉപ്പിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ തന്നെ പിടിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കും, ആരുമില്ല. അതുകൊണ്ട് തെറിച്ച് പോകും. ഞാൻ ഇളക്കിയിട്ട് പിന്നെ എല്ലാം ശരിയാക്കിയിട്ട് കാണിക്കാം. അത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ആറിക്കോട്ടെ. ആറിയെങ്കിൽ പൊറോട്ട. ഇപ്പം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ടിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇവിടെ തുടച്ച് തൂത്തുമെല്ലാം ഇട്ടേക്കോ, നല്ല കഴുകിയെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കോ. അപ്പം അവിടോട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി ആയാലും എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് കുഞ്ഞിന് കുളിക്കാൻ വെള്ളം ഇപ്പുറത്ത് വെച്ചേക്കുക. ഇത് കിച്ചണ. ഇതിനകത്താണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത്. തവ വെച്ചു. ആട്ടയെടുത്ത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പരത്തണം.
പരത്തി പരത്തിയിട്ട് ഇത് ഇത്രയും അങ്ങോട്ട് ഇതിനകത്തോട്ട് വെക്കണം. വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഈ വരുന്ന സാധനം നമുക്കിങ്ങനെ മാറ്റാം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്. ഇനി ഇതൊക്കെ ഇങ്ങനെ പരത്തി പൊട്ടിപ്പോവാതെ ഇങ്ങനെ പരത്തി സൂക്ഷിച്ച് തിരിച്ചിടണം. ഒത്തിരി കട്ടി എടുക്കാം, കട്ടിയില്ലാതെ. അപ്പം അത് റെഡിയായി. കുഞ്ഞിന് സ്കൂളിൽ കൊണ്ടുപോകാനാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ചാൽ അഴുക്കാം. നെയ്യാകുമ്പോൾ ഉച്ചയാകുമ്പോൾ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് തൂക്കുന്നത്. ഇപ്പോൾ കല്ല് ചൂടായി. നമുക്കത് തിരിച്ച് എണ്ണ തൂക്കാം. എണ്ണ ഒത്തിരി അങ്ങ് വാരി തൂക്കണ്ട, എന്നാലും ഒരു മയത്തിന് തൂക്കാം. അപ്പം ആലു പൊറോട്ട ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. ഒരു കൂട്ടാനും വേണ്ട, കൂട്ടാനൊന്നും വേണ്ട, ചൂടോട് കഴിക്കും. അല്ലേ, കൂട്ടാനുണ്ടെങ്കിലും നല്ലത്. ഇച്ചിരി ടൊമാറ്റോ സോസോ കൂട്ടി കഴിക്കാനുണ്ട്. ഞാനങ്ങനെ കഴിക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്, എളുപ്പവുമോ. ഒരു പൊട്ടറ്റോയോ ഇച്ചിരി ഉള്ളി ഒക്കെ മതി, പെട്ടെന്ന്. ഇത് ഉണ്ടാക്കാൻ ചിലർക്ക് അറിയത്തില്ല. പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാതെ ഇതുപോലെ ആലു പൊറോട്ട, നല്ല ആലു പൊറോട്ട റെഡി. ഇതിൻ്റെ കൂടി ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പൂടി ഇട്ട് കഴിക്കാം. ഓക്കെ, ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് അടിക്കുന്നില്ല, കാണുന്നുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.